അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ സ്നേഹം നിറഞ്ഞ വിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 131 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനകളും അദ്ദേഹത്തിൻ്റെ മില്ലത്തിൻ്റെ പ്രത്യേകതയും അദ്ദേഹത്തിൻ്റെ മില്ലത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവരെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കീഴ്പ്പെട്ടതെങ്ങനെയാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു തആല അസ്ലിം, കീഴ്പ്പെടാൻ, പരിപൂർണ മുസ്ലിമാകാൻ പറഞ്ഞ ആയത്താണ് അവസാനത്തെ ആയത്തായി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അസ്ലിം, കീഴ്പ്പെടണം. അപ്പോൾ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് കൊടുത്ത വാക്ക്, പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ്. അവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി 132-ാമത്തെ ആയത്ത് മുതൽ നമുക്കിന്ന് പഠിക്കണം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. യുവസ്സി എന്ന് പറഞ്ഞാൽ വസിയത്ത് ചെയ്തു എന്നാണ്. വവസ്സാ ബിഹാ, അതുകൊണ്ട് വസിയത്ത് ചെയ്തു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. യഅ്കൂബ് നബിയും. അപ്പോൾ ഇവിടെ വസ്സ, നമ്മൾ ഔസ എന്ന് കേട്ടിട്ടുണ്ട്. ഔസ എന്ന് പറഞ്ഞാലും ഇതേ അർത്ഥമാണ്, വസിയത്ത് ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് വസ്സ എന്നിവിടെ ഉപയോഗിച്ചത്? 2 ഖിറാഅത്തും അതിനുണ്ട്. ചില ഖിറാഅത്തിൽ, വിശുദ്ധ ഖുർആൻ്റെ ഈ ആയത്തിൻ്റെ ചില റിവായത്തിലുള്ള ഖിറാഅത്തിൽ എന്തുണ്ട്? വസ്സ എന്നതിന് പകരം ഔസ എന്നുണ്ട്. നാഫിഅ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിൽ ഔസ എന്നാണ്. ഇബ്നു ആമിറിൻ്റെ റിപ്പോർട്ടിൽ ഔസ എന്നാണ്. എന്നാൽ ബാക്കിയുള്ള റിവായത്തുകൾ മുഴുവൻ എന്താണ്? വസ്സ എന്നാണ്. മഹാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. ഔസ എന്നത് മദീനക്കാർ ഉപയോഗിച്ചിരുന്ന പദമാണ്, ഔസ. എന്നാൽ ബാക്കിയുള്ളവരെല്ലാവരും ഉപയോഗിച്ചിരുന്ന എന്താണ്? വസ്സ എന്നാണ്. മഹാന ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കൊടുത്തെന്നറിയോ? വസ്സ എന്ന പദത്തിനും ഔസ എന്ന പദത്തിനും ചെറിയ വ്യത്യാസമുണ്ട്. ഔസ എന്ന് പറഞ്ഞാൽ ഒരു തവണ വസിയത്ത് കൊടുക്കുന്നതിനാണ് ഔസ എന്ന് പറയുക. വസ്സ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ ബിമറാത്തിൻ കസീറ,
ധാരാളം തവണ ആവർത്തിച്ച് വസിയത്ത് ചെയ്യണതിനാണ് വസ്സ എന്ന് പറയുക. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇബ്രാഹിം നബിയും യഅ്കൂബ് നബിയും തൻ്റെ മക്കളോട് എന്ത് ചെയ്തത്? വസിയത്ത് കൊടുത്തത്. അതവർ ആവർത്തിച്ചു വസിയത്ത് ചെയ്തു എന്ന അർത്ഥമാണ് വസ്സ എന്ന പദത്തിൽ നിന്ന് എന്ത് ചെയ്യുക? ലഭിക്കുക എന്നാണ് ഇബ്നുൽ ജൗസി തൻ്റെ തഫ്സീറിൽ കൊടുത്തത്. അപ്പോൾ നമുക്ക് ആ വസ്സ എന്ന പദം നമുക്കൊന്ന് നോക്കാം. വസ്സ അതിൻ്റെ അതേ സിമിലർ അർത്ഥമാണ് ഔസ. വസ്സ യുവസി, ഔസ യൂസി എന്നർത്ഥമാണ്. ഒന്നെങ്കിൽ വസിയത്ത്, വസിയത്ത്, അതേപോലെ തന്നെ തൗസിയത്ത്. തൗസിയത്ത് ഇത് രണ്ടും അർത്ഥാക്കണം എന്താണ്? വസിയത്ത് കൊടുത്തു എന്ന് പറയുമ്പോൾ തൗസിയത്ത് എന്ന പദം വന്നത് ഈ വസ്സാൻ്റെ മസ്ദറാണ്. വസ്സാൻ്റെ മസ്ദർ എന്താണ്? തൗസിയത്ത് എന്നാണ്. അതേപോലെ തന്നെ ഔസ, വസ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മസ്ദർ എന്താണ്? വസിയത്ത് എന്നാണ്. എല്ലാത്തിൻ്റെ അർത്ഥം എന്താണ്? ഒന്നാണ്. ഇപ്പം രണ്ടഭിപ്രായങ്ങൾ. ഒന്ന് മദീനക്കാർ ഔസ എന്നെന്ത് ചെയ്തു? ഉപയോഗിച്ചു. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്തു? വസ്സ എന്ന് ഉപയോഗിച്ചു. പിന്നെ ഈ ആയത്തിൽ പറഞ്ഞ വളരെ ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് തന്നെ വസ്സ എന്നതിനെ ഔസ എന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യും? ആ എണ്ണം കിട്ടും. അതായത് പലതവണ വസിയത്ത് കൊടുത്തു എന്നാണ് അർത്ഥം. ഇനി നോക്കൂ, എന്തുകൊണ്ടാണ് വസിയത്ത് ചെയ്തത്? ബിഹാ, അതുകൊണ്ട്. ഏതുകൊണ്ട്? അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തിൽ പറഞ്ഞതിലേക്കാണ് ഹാ എന്ന ലൊമീർ മടങ്ങുന്നത്. ബിഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ലൊമീർ, ആ ഒരു ലൊമീർ മടങ്ങുന്നത് എങ്ങോട്ടാണ്? തൊട്ട് മുമ്പുള്ള ആയത്തിലേക്കാണ്. തൊട്ട് മുമ്പുള്ള ആയത്തിൽ എന്താണ് പറഞ്ഞത്? അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു, മുസ്ലിമായിരിക്കുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ് അൽ ഇസ്ലാമു ലില്ലാഹ്, അള്ളാഹുവിന് കീഴ്പ്പെടുക എന്ന ഇസ്ലാം എന്ന മതത്തെ കൊണ്ടാണ് അവർ എന്ത് ചെയ്തത്? വസിയത്ത് ചെയ്തത്. ബനീഹി, ബനീഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾക്ക്. നമ്മൾ ബനു ഇസ്രായേലിയർ എന്നൊക്കെ പറയില്ല, ബനു എന്ന് പറഞ്ഞാൽ എന്താണ്? സന്താനങ്ങളെന്നാണ്. ബനീഹി, അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾക്ക് ഇബ്രാഹിം നബി എന്ത് ചെയ്തു? ആ വസിയത്തു നൽകി, ശാസന നൽകി. പല ആവർത്തി വളരെ ഗൗരവത്തിൽ ഇസ്ലാം കൊണ്ട് എന്ത് ചെയ്തു? വസിയത്ത് കൊടുത്തു. അപ്പം സ്വന്തം ഞാൻ മുസ്ലിമാണെന്ന് പറയുക മാത്രമല്ല, പിന്നെയോ തങ്ങളുടെ മക്കളെ ആ വഴിയിൽ നടത്താൻ വേണ്ടി എന്ത് ചെയ്തു? ശക്തമായ പ്രേരണ വസിയത്തുകളിലൂടെ നൽകിയെന്നാണ്. യഅ്കൂബ് നബിയും വസിയത്ത് നൽകി. യാ ബനിയ, യാ ബനിയ. യാ എന്ന് പറഞ്ഞാൽ എന്താ? ഓ, നിദാഇൻ്റെ ഹർഫാണ് യാ. വിളിക്കാൻ ഉപയോഗിക്കണ വാക്ക് ഹർഫാണ്, അക്ഷരാണ് യാ. യാ ബനിയ, എൻ്റെ മക്കളെ, എൻ്റെ മക്കളെ എന്ന് വിളിക്കുക. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഇസ്തഫ, ഇസ്തഫ യസ്തഫി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു? വിശദീകരിച്ചതാണ്. സൊഫുവത്തിൽ നിന്നാണ് എന്ത് വന്നത്? ഇസ്തഫ വന്നത്. അത് ഞാൻ എഴുതുന്നില്ല. സൊഫുവത്തിൻ്റെ ഇഫ്തിആല് വസിനാണ് ഇസ്തഫ. ഇസ്തഫ എന്ന് പറഞ്ഞാൽ എന്താണ്? തെരഞ്ഞെടുത്തു, അല്ലെങ്കിൽ തെളിച്ചെടുത്തു എന്നാണ്. തെളിമയാർന്നതിനെയാണ് എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുക. ഏറ്റവും തെളിച്ചമുള്ളതിനെയാണ് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇന്നല്ലാഹ അസ്തഫ, തീർച്ചയായും അള്ളാഹു ഏറ്റവും തെളിഞ്ഞതിനെ തിരഞ്ഞെടുത്തു. ലക്കും, നിങ്ങൾക്ക് വേണ്ടി, അദ്ദീൻ, മതത്തെ. അപ്പം മതമായി അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് ഏറ്റവും തെളിച്ചമുള്ളതിനെയാണ്. ഏറ്റവും തെളിച്ചമുള്ളതിനെ. ആ തിരഞ്ഞെടുത്തു എന്ന് പറയണ വാക്കിൽ തന്നെ എന്തുണ്ട്? തെളിച്ചമുള്ളതിനെയാണ് അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളത്? തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് വായിക്കാൻ പറ്റും. എന്നിട്ട് പറയണം ഫലാ തമൂത്തുന്ന, ആകയാൽ ലാ തമൂത്തുന്ന, മാത യമൂതു, മാത യമൂതു മൗതൻ, മാത യമൂതു മൗതൻ. അതിൻ്റെ നെഹിയാണ് ലാ തമൂതു, നിങ്ങൾ മരിക്കരുത്. ലാ തമൂതു. നോക്കൂ,
ലാ തമൂത്തു, നിങ്ങൾ മരിക്കരുത്. അവിടെ ഒരു നൂനുൽ മുഷദ്ദതയുണ്ട്. നൂനുൽ മുഷദ്ദത എന്ന് പറഞ്ഞാൽ ഷെദ് വരുന്ന നൂനിനെയാണ് നൂനുൽ മുഷദ്ദത എന്ന് പറയാം. മീമുൽ മുഷദ്ദത, നൂനുൽ മുഷദ്ദത എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് തജ്വീദിൻ്റെ നിയമത്തിൽ. കാരണം നൂനിനും മീമിനും ഷെദ് വന്നാൽ എന്താ നിയമം? എന്ത് ചെയ്യണം? ഗുന്ന ചെയ്യണം, മണിക്കണം. ഫലാ തമൂതുന്ന, അവിടെ നമ്മൾ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന് ഓതി പോകാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? ഫലാ തമൂതുന്ന, രണ്ട് നൂനുണ്ട്, അപ്പോൾ അവിടെ മണിക്കണം. അപ്പോൾ ഇവിടെ ഈ നൂനുൽ മുഷദ്ദത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? തൗക്കീദിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ തഅക്കീദിന് വേണ്ടിയാണ്. നിങ്ങൾ മരിക്കരുതെന്നല്ല, നിങ്ങൾ ഒരിക്കലും മരിക്കരുത്. എങ്ങനെയല്ലാതെ? ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ എന്ത് ചെയ്യരുത്? നിങ്ങൾ മരിക്കരുത്. അപ്പം മരണം എന്നുള്ളത്, ഒരാൾ എങ്ങനെ മരിക്കണം എന്നുള്ളത് ആരുടെ തീരുമാനമാണ്? അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഈ വിഷയം തഫ്സീറിൽ വിശദമായി രേഖപ്പെടുത്തുന്നുണ്ട്. അമാനി മൗലവി ആ ഒരു കോട്ടിങ്സ് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അതായത് ഒരാൾ ജനിക്കുന്നതും മരിക്കുന്നതൊക്കെ ആരുടെ തീരുമാനത്തിൽപ്പെട്ടതാണ്? അള്ളാഹിൻ്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. എങ്ങനെ മരിക്കണമെന്നും ആരാ തീരുമാനിക്കുന്നത്? അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. എന്നിട്ടും ഈ പ്രവാചകന്മാർ പറയുകയാണ് നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ എന്ത് ചെയ്യരുത്? മരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ ജീവിതകാലത്ത് ഒരിക്കലും ഇസ്ലാമിനെ എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കരുത്. ഏത് സമയത്തും എന്തു വന്നേക്കാം? മരണം വന്നെത്തിയേക്കാം. ഏത് സമയത്തും മരണം വരാം. അതുകൊണ്ട് ജീവിതകാലത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇസ്ലാം അല്ലാത്തൊരു മതത്തെ നിങ്ങൾ സ്വീകരിക്കരുത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയുന്നുണ്ട്, അതായത് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യനെ മരിപ്പിക്കുന്നത്, ഒരു മനുഷ്യൻ അവൻ ജീവിതകാലത്തിൻ്റെയും വ ഇന്നർ റജുല ലയഅമലു ബിഅമലി അഹ്ലിന്നാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. ഇന്നർ റജുല ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, ഒരാൾ സ്വർഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരാൾ ചെയ്യും, സ്വർഗക്കാരൻ്റെ പ്രവർത്തനങ്ങൾ അവൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഹത്താ മാ യകൂനു ബൈനഹു വ ബൈനഹ ഇല്ലാ ബാഉൻ ഔ ദിറാഉൻ, ഒരു ചാണോ ഒരു മുഴമോ ഗ്യാപ്പിൽ അവൻ എന്ത് ചെയ്യും? എത്തുമ്പോൾ ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ കിതാബ്, അള്ളാഹു അവൻ എന്താണോ എഴുതി വെച്ചത്, സ്വർഗമാണോ നരകമാണോ എന്നുള്ളത്, അവൻ ജീവിതത്തിൽ എന്ത് ചെയ്തു? സ്വർഗക്കാരൻ്റെ പ്രവർത്തനങ്ങളാണ് ചെയ്തത്. പക്ഷെ സ്വർഗത്തിലേക്ക് എത്താൻ അവനൊരു മുഴമോ അല്ലെങ്കിൽ ഒരു ചാണോ ബാക്കി നിൽക്കെ അള്ളാഹു അവൻ്റെ മേൽ എഴുതി വെച്ച കിതാബ് നടപ്പാക്കപ്പെടും. അങ്ങനെ അവൻ ഫയഅമലു ബിഅമലി അഹ്ലിൽ ഫയഅമലു ബിഅഹ്ലിന്നാർ, അവസാന ആ മൊമെന്റിൽ അവൻ എന്ത് ചെയ്യും? നരകക്കാരൻ്റെ പണിയെടുക്കുമെന്നാണ്. ഫയദ്ഖുലുഹ, അങ്ങനെ അവൻ എന്ത് ചെയ്യും? നരകത്തിൽ പ്രവേശിക്കും. നേരെ തിരിച്ചും വഇന്നർ റജുല, ഒരു മനുഷ്യൻ ലയഅമലു ബിഅമലി അഹ്ലിന്നാർ, അവൻ നരകക്കാരൻ്റെ പണിയെടുക്കും ജീവിതകാലത്ത്. പക്ഷേ ഒരു ചാണോ ഒരു മുഴമോ അവൻ സ്വർഗത്തിലേക്കെത്താൻ ബാക്കിയുള്ളപ്പോൾ അവൻ എന്ത് ചെയ്യും? അവൻ സ്വർഗക്കാരൻ്റെ പണിയെടുക്കും. അങ്ങനെ അവൻ എന്ത് ചെയ്യും? അവൻ സ്വർഗത്തിലേക്കെത്തും. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ പറഞ്ഞു, നബിയെ പിന്നെ നമ്മളിപ്പോൾ എന്തിനാ പ്രവർത്തിക്കണത്? അള്ളെല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അല്ലാത്തൊരു ചോദ്യമാണ്. കാരണം ഫയസ്ബിഖു അലൈഹിൽ കിതാബ് എന്നാണ്. ഫയസ്ബിഖു അലൈഹിൽ കിതാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ്റെ മേൽ വിധിച്ചത് അവിടെ എന്ത് ചെയ്യും? അള്ളാഹു ഒരു ചാണോ ഒരു മുഴമോ അവൻ ജീവിതത്തിൽ ബാക്കിയാകുന്ന ആ സമയത്ത് എന്ത് ചെയ്യും? അവൻ മറ്റൊരു അമൽ, അതിൻ്റെ ഓപ്പോസിറ്റ് അമൽ ചെയ്ത് എന്ത് ചെയ്യും? ഒന്നെങ്കിൽ സ്വർഗ്ഗക്കാരനാകും അല്ലെങ്കിൽ നരകക്കാരനാകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ എവിടെ വെച്ചാണെന്നറിയോ? ഒരു സ്വഹാബിയെ ഖബറടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയുടെ ഖബറിൻ്റെ അരികിൽ നിന്നുകൊണ്ട് പ്രവാചകൻ ഒരു വടി കുത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത് പറയണത്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബിയെ എങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ പ്രവർത്തിക്കണത്? നമ്മൾ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല, അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ഓതിക്കൊടുത്ത സൂറത്തുൽ ലൈലിലെ വചനങ്ങളാണ്. വല്ലൈലി ഇദാ യഗ്ഷ, അതിൻ്റെ ഏതു മുതലുള്ള ആയത്താണ്? ഫഅമ്മാ മൻ അഅ്താ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. ആര് നൽകുകയും സൂക്ഷ്മത പാലിക്കുകയും സത്യത്തെ സത്യപ്പെടുത്തുകയും ചെയ്തുവോ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, അല്ലാഹുവിന് എന്ത് ചെയ്യും? സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അപ്പം നൽകണം,
സൂക്ഷ്മത പാലിക്കണം. സത്യമായി എന്തുണ്ടോ അതിനെന്ത് ചെയ്യണം? സത്യപ്പെടുത്തണം. ഇതുണ്ടെങ്കിൽ അള്ളാഹു ഒരു സ്വർഗത്തിലേക്ക് എത്തിക്കും. അപ്പം ആത്മാർത്ഥത, ഇഖ്ലാസ് ഒരാൾക്കുണ്ടെങ്കിൽ അവൻ്റെ അമൽ അവൻ എന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് എത്തിക്കും. എന്നാൽ ഒരാൾ ദീനൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, അവൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുണ്ട്, പല നന്മകളും ചെയ്യുന്നുണ്ട്, നമസ്കാരമുണ്ട്, പല നന്മകളുമുണ്ട്, പക്ഷെ അവന് ഇഖ്ലാസ് ഇല്ലെങ്കിലോ ആ നന്മകളുടെ പര്യവസാനം നരകത്തിലാണ് എത്തിക്കുക. എന്നാൽ ഒരു മനുഷ്യൻ ജീവിതകാലത്ത് ഒരുപാട് തിന്മകൾ ചെയ്തു, പക്ഷേ അവൻ അവസാന നിമിഷം അവൻ എന്ത് ചെയ്തു? ഹക്കിനെ ഹക്കായി മനസ്സിലാക്കി അവൻ സത്യത്തെ സത്യപ്പെടുത്തിയാൽ അവസാന നിമിഷമാണെങ്കിൽ അവൻ എന്ത് കിട്ടും? സ്വർഗം കിട്ടും. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ആയത്ത് അമ്മാമൻ ബഖില വസ്തഗ്ന, പിശുക്കു കാണിക്കുകയും എന്നിട്ട് ഞാൻ സ്വയം ധന്യനാണെന്ന് അവൻ നടിക്കുകയും ചെയ്തവൻ, വകദ്ദബ ബിൽ ഹുസ്ന, അവൻ സത്യത്തെ നിഷേധിച്ചവനാണ്, ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര, അവൻ ഏറ്റവും പ്രയാസത്തിലേക്കാണ് അള്ളാഹു എന്ത് ചെയ്യുക? വഴി നടത്തുക. അപ്പോൾ സ്വഹാബികളെ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. നിങ്ങളുടെ പ്രവർത്തനത്തെ വിലയിരുത്തി അള്ളാഹു എന്ത് ചെയ്യും? പര്യവസാനം തീരുമാനിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ കിതാബത്ത് മുൻകടന്നു എന്ന് പറഞ്ഞാൽ ആ കിതാബത്ത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്? നീതിയുക്തമാണ്. അവൻ്റെ ഇഖ്ലാസുള്ള പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കിതാബത്താണ്. അതല്ലാതെ അള്ളാഹു അനീതി കാണിക്കുകയല്ല എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ പ്രവാചകന്മാരൊക്കെ അവരുടെ മക്കളോട് പറഞ്ഞു, ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. ഈ ആയത്ത് വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്തുണ്ട്. എവിടെയാണ്? സൂറത്തു ആലു ഇമ്രാനിൻ്റെ 102-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ, പിന്നെന്താ? ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. വിശ്വാസികളെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം എന്ത് ചെയ്യണം? സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ആത്മാർത്ഥമായി നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. എന്നിട്ട് പറയണം വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. നോക്കൂ, വിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇമ്രാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹിൻ്റെ അടുക്കൽ സ്വീകരിക്കുന്ന മതം ഏതാണ്? ഇസ്ലാമാണ്. അതേ ആലി ഇമ്രാനിൽ അള്ളാഹു പറഞ്ഞു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന, ആരെങ്കിലും ഇസ്ലാം അല്ലാത്തൊരു മതം സ്വീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അവരിൽ നിന്ന് അള്ളാഹു എന്ത് ചെയ്യില്ല? അത് അക്സെപ്റ്റ് ചെയ്യില്ല, സ്വീകരിക്കില്ല. സൂറത്ത് ആലി ഇമ്രാനിലാണ് ഈ 3 ആയത്തുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല ക്രോഡീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു വിശദീകരണം കൂടി നൽകപ്പെട്ടിട്ടുണ്ട്. വവസ്വാ ബിഹ ഇബ്രാഹീമു ബനീഹി വ യഅഖൂബ്. ആയത്ത് നോക്കിയാൽ നിങ്ങൾ, വവസ്വാ ബിഹ ഇബ്രാഹീമു ബനീഹി വ യഅഖൂബ്. ഇവിടെ ഇങ്ങനൊരു ഖിറാത്ത് കൂടിയുണ്ട്. ആ യഅഖൂബു എന്നിടത്ത് യഅഖൂബ എന്നൊരു ഖിറാത്തുണ്ട്. അപ്പം അർത്ഥം എങ്ങനെ ഇരിക്കുമെന്നറിയോ? ഇബ്രാഹിം നബി തൻ്റെ മക്കളോട്, ആരോട്? ഇബ്രാഹിം നബിയുടെ മക്കളാരാണ്? ഇസ്മായിലിനോടും ഇസ്ഹാക്കിനോടും വയഅഖൂബ, യഅഖൂബിനോട് എന്ത് ചെയ്തു? വസിയത്ത് കൊടുത്തു. യഅഖൂബ് വസിയത്ത് കൊടുത്തു എന്നല്ല, പിന്നെയോ യഅഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയോടും വസിയത്ത് കൊടുത്തു. എന്താ വസിയത്ത് കൊടുത്തത്? യാ ബനിയ, ഇബ്രാഹിം നബി വിളിക്കുക, എൻ്റെ മക്കളെ. അപ്പം എന്തായിരിക്കും അങ്ങനെ ഒരു ഖിറാത്ത് വരാൻ കാരണം? ജൂതന്മാർ അവരുടെ പിതാവായി കാണുന്ന ഒരാളാണ് ആര്? യഅഖൂബ് നബി. കാരണം യഅഖൂബ് നബിയുടെ 12 മക്കളിലൂടെയാണ് ആര് കടന്നു വന്നത്? ബനു ഇസ്രായേലിൽ കടന്നു വന്നത്. ജൂതന്മാർ കടന്നു വന്നത് യഅഖൂബ് നബിയുടെ സന്തതികളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ യഅഖൂബ് നബിനെ പ്രത്യേകം അവിടെ എന്ത് ചെയ്തു? പേരെടുത്ത് പറഞ്ഞു എന്നാണ്. അത് യഅഖൂബ് നബിയോട് വസിയത്ത് ചെയ്തു എന്ന് പറഞ്ഞാലും, യഅഖൂബ് നബി വസിയത്ത് ചെയ്തു എന്ന് പറഞ്ഞാലും, യഅഖൂബ് നബിയെ അവിടെ പ്രത്യേകം കൊണ്ടുവന്നത് എന്തിനാണ്? നമ്മുടെ ബനു ഇസ്രായേലിൽ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ മക്കൾ എന്ന് പറയുന്ന ജൂതന്മാരുടെ വാപ്പാരാണ്? യഅഖൂബ് നബിയാണ്. അപ്പം ഇവിടെ യഅഖൂബു എന്നത് യഅഖൂബയായാലും അർത്ഥം എന്തല്ല? തെറ്റല്ല. അങ്ങനെയും എന്തുണ്ട്? തഫ്സീറുമുണ്ട്, ഖിറാഅത്തും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നോക്കൂ, ഞാൻ അതിനുശേഷം അടുത്ത ആയത്ത് നോക്കൂ. അം കുന്തും, നിങ്ങളായിരുന്നോ? അടുത്ത ചോദ്യമാണ്. അം കുന്തും, നിങ്ങളായിരുന്നോ? ശുഹദാ. ശുഹദാ എന്ന് പറഞ്ഞാൽ ഇവിടെ രക്തസാക്ഷി എന്നർത്ഥമല്ല. നമ്മൾ ശുഹദാക്കളെന്ന് പറയാറുണ്ട് അല്ലേ? ഇവിടെ ഷഹീദിൻ്റെ ജംആയിട്ടല്ല. ഷഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, രക്തസാക്ഷിയാവുക എന്നാണ് അല്ലേ? പക്ഷേ ഇവിടെ ഷാഹിദിൻ്റെ ജംആണ് എന്ത്? ശുഹദാ. ഇതാണ്
ഷാഹിദ്, ഷാഹിദുൻ, സാക്ഷിയാവുക. അതിൻ്റെ ജംഅ പ്ലൂറലാണ് ഷുഹദാ. ഷുഹദാ. അപ്പം ഈ ഷാഹിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാഹദ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് സാക്ഷ്യം വഹിക്കുന്നതിനാണ് എന്ത് പറയുക? ഷാഹദ. ഷാഹദ യുഷാഹിദ് എന്ന് പറഞ്ഞാൽ ഒരാൾ തൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു കാര്യം കാണുന്നു. അവനാണ് ആര്? ഷാഹിദ്. അതിൻ്റെ പ്ലൂറലാണെന്ത്? ജംആണ് ഷുഹദാ. അപ്പം അല്ലാഹ് ചോദിക്കുകയാണ്, അം കുന്തും, നിങ്ങളായിട്ടുണ്ടോ, നിങ്ങളായിരുന്നോ? ഷുഹദാ, നിങ്ങൾ സാക്ഷികളായിരുന്നോ? എപ്പോ? ഇദ് ഹളറ. ഹളറ, ഹളറ എന്ന് പറഞ്ഞാൽ എന്താ? ആസന്നമാവുക. ഒരാൾ ഹാജരാവുന്നതിനെയാണ് ഹളറ എന്ന് പറയുക. ഹളറ, ഹളറ യഹ്ളുറു, യഹ്ളുറു. അതിൻ്റെ മസ്ദർ ഹുലൂർ എന്നാണ്. ഹുലൂറുൻ, ഹുലൂറുൻ. ഹളറ യഹ്ളുറു, ഹുലൂർ. അപ്പം ഹാലിറായവൻ എന്ന് പറഞ്ഞാൽ ഹാജറായവൻ എന്താ പറയുക? ഹാലിർ. നമ്മൾ മദ്രസയിലൊക്കെ പ്രസൻറ്റ് വിളിക്കുമ്പോൾ പറയും അന ഹാലിർ, ഞാൻ ഹാലിറാന്ന് പറയും. നാട്ടിലാണെങ്കിൽ എന്ത് പറയും? ഹാജർ. ഹാജർ വന്നത് എന്തിൽ നിന്നാണ്? ഈ ഹാലിറിൽ നിന്നാണ്. ഹാലിറിൽ നിന്നാണ് എന്ത് വന്നത്? ഹാജർ വന്നത്. ഞാനിവിടെ ഉണ്ട് എന്ന് പറയാൻ, ഞാനിവിടെ സന്നിഹിതനാണ് എന്ന് പറയാൻ. അപ്പം ഇവിടെ എന്താണ് ആസന്നമായത്? ഇദ് ഹളറ, ഹാലിറായ സന്ദർഭം എന്താണ്? യഅ്കൂബ് നബിക്ക് അൽ മൗത്ത്, മൗത്താണ് അവിടെ എന്ത് ചെയ്തത്? ആസന്നമായത്. അപ്പം യഅ്കൂബ് നബിക്ക് മരണം വന്നെത്തിയ സന്ദർഭം നിങ്ങൾ അവിടെ ഷാഹിദുകളായിരുന്നോ? കണ്ണുകൊണ്ട് കണ്ടിരുന്നോ? യാക്കൂബ് നബിയുടെ അടുക്കൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. എന്താണ് ആ സന്ദർഭത്തിൽ യാക്കൂബ് നബി പറഞ്ഞത്? ഇദ് ഖാല, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം. ഇദ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇദ് എന്താണ്? ഒരു കാര്യം, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയുടെ സമയവും സന്ദർഭവും അറിയിക്കാനാണ് ഇദ് എന്നുപയോഗിക്കുക. ഇദ് ഖാല, യാക്കൂബ് നബി പറഞ്ഞ സന്ദർഭം ലിബനീഹി, തൻ്റെ മക്കളോട്, മാ തഅ്ബുദൂന മിൻ ബഅദീ, മാ തഅ്ബുദൂൻ, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക? അവിടുത്തെ മാ എന്താണ്? ഇസ്തിഫ്ഹാമിൻ്റെ മായാണ്. എന്താണ്? ഇസ്തിഫ്ഹാമിൻ്റെ മായ. എന്താ ഇസ്തിഫ്ഹാം? ഇസ്തിഫ്ഹാം എന്താ? ഇസ്തിഫ്ഹാം എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കാൻ. മാ തഅ്ബുദൂന എന്ന് എല്ലായിടത്തും ഒരേ അർത്ഥമല്ല. ചിലയിടത്ത് മാ തഅ്ബുദൂന നിങ്ങൾ ആരാധിക്കുന്നത് എന്നർത്ഥമുണ്ട്. ഇവിടെ മാ തഅ്ബുദൂന എന്താ? നിങ്ങൾ ആരാധിക്കുന്നത് എന്തിനെയാണ് എന്ന ചോദ്യമാണ്. മാ തഅ്ബുദൂന മിൻ ബഅദീ, ബഅദീ എന്ന് പറഞ്ഞാൽ എൻ്റെ മരണശേഷം നിങ്ങൾ ആരെയാണ്, എന്തിനെയാണ് ആരാധിക്കുക? ഒരു ചോദ്യമാണ്. യാക്കൂബ് നബിയുടെ മരണാസന്നമായപ്പോൾ യാക്കൂബ് നബിയുടെ മക്കളെല്ലാം അടുത്തുണ്ട്. യാക്കൂബ് നബിക്ക് എത്ര മക്കളുണ്ടായിരുന്നു? 12 മക്കളുണ്ടായിരുന്നു. 12 മക്കളെയും യാക്കൂബ് നബി തൻ്റെ അടുക്കൽ വിളിച്ചിരുത്തിയിട്ട് എന്ത് ചെയ്യാണ്? ചോദിക്കുകയാണ്, മാ തഅ്ബുദൂന മിൻ ബഅദി. യാക്കൂബ് നബിയുടെ വസിയത്താണ്. അവസാനത്തെ ചോദ്യമാണ്, മക്കളെ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ഈ ചോദ്യം ചോദിച്ചപ്പോൾ ജൂതന്മാരെ, യഹൂദികളെ, ബനൂ ഇസ്രായേലിലെന്നറിയപ്പെടുന്നവരെ, നിങ്ങൾ യാക്കൂബ് നബിയുടെ അടുക്കൽ കണ്ണുകൾ കൊണ്ട് സാക്ഷ്യം വഹിച്ചവരായിരുന്നോ എന്നല്ലാൻ്റെ ചോദ്യം. കാരണം എന്താ? ഇതിന് യാക്കൂബ് നബിക്ക് അവരുടെ മക്കൾ കൊടുത്ത മറുപടി എന്താണ്? അവർ പറഞ്ഞു ഖാലു, അവർ പറഞ്ഞു, ഖാല യഖൂലു ഖൗലൻ, ഖാലു അവർ പറഞ്ഞു, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോൾ ആ അബദ, ആ പദം നമുക്കൊന്ന് പഠിക്കാം. ഇബാദത്ത്, ഉബൂദിയത്ത്, നഅ്ബുദു, യഅ്ബുദു, തഅ്ബുദു എന്നൊക്കെ കേൾക്കുമ്പോൾ ആ പദം എന്താണ്? അതാണ് അബദ. എന്താണ്? അബദ, യഅ്ബുദു, യഅ്ബുദു. അതിൻ്റെ മസ്ദറാണ്
ഇബാദത്ത്. എന്താണ്? ഇബാദത്ത്. അല്ലെങ്കിൽ ഉബൂദിയത്ത്. രണ്ട് മസ്ദറുണ്ട്. ഉബൂദിയത്ത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആരാധന. ഉബൂദിയത്ത് എന്ന് പറഞ്ഞാൽ ആരാധ്യത എന്നർത്ഥം. അപ്പോൾ ഇബാദത്ത് കൊടുക്കുമ്പോൾ അള്ളാഹുവിന് എന്ത് കൊടുക്കുകയാണ്? ദിവ്യത്വം കൊടുക്കുകയാണ്. അബദ യഅ്ബുദു ഇബാദത്തൻ അല്ലെങ്കിൽ ഉബൂദിയത്തൻ. അതിൽ നിന്നാണ് യഅ്ബുദു തഅ്ബുദു എന്ന ക്രിയകളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. മാ തഅ്ബുദൂൻ മിൻ ബഅദി, മാ തഅ്ബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? എന്തിനെയാണ് ആരാധിക്കുക? ഖാലു, അവർ പറഞ്ഞു, നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കും, ഇലാഹക്, താങ്കളുടെ ആരാധ്യനെ, വ ഇലാഹ ആബായിക്, താങ്കളുടെ പിതാക്കന്മാരുടെ, പിതാവെന്നല്ല പറഞ്ഞത്, പിതാക്കന്മാരുടെ, അബിൻ്റെ ജംആണ് ആബ, ആബ, അബുൻ്റെ ജംആണ് ആബ, താങ്കളുടെ പിതാക്കന്മാരുടെ ഇലാഹ്. എന്നിട്ട് പിന്നെ ആരാണ് പിതാക്കന്മാർ? ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ്. മൂന്നാളുകളെ പറഞ്ഞു. ഇബ്രാഹീമുണ്ട്, പിന്നെ ആരാണ്? ഇസ്മായിലുണ്ട്, ഇസ്ഹാഖുണ്ട്. മൂന്ന് പേരെ എടുത്തിട്ട് പറഞ്ഞു, താങ്കളുടെ പിതാക്കന്മാരായ ഇബ്രാഹീമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസ്ഹാഖിൻ്റെയും ഇലാഹായ ഇലാഹൻ വാഹിദ, ഏക ഇലാഹ്. താങ്കളുടെ ഇലാഹിനെയും ഇബ്രാഹിം നബിയുടെ വേറെ ഇലാഹിനെയും ഇസ്മായിൽ നബിയുടെ വേറെ ഇലാഹിനെയും ഇസ്ഹാഖ് നബിയുടെ വേറെ ഇലാഹിനെയും ആരാധിക്കാന്നല്ല. പിന്നെയോ താങ്കളുടെ ഇലാഹായ ഇബ്രാഹിം നബിയുടെ ഇലാഹായ ഇസ്മായിൽ നബിയുടെ ഇലാഹായ ഇസ്ഹാഖ് നബിയുടെ ഇലാഹായ ഇലാഹൻ വാഹിദ, ഒരൊറ്റ ഇലാഹ്, ആ ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ മൂന്നാളുകളെ ചേർത്തി പറഞ്ഞു. ഇബ്രാഹിം നബിയുടെ കൂട്ടത്തിൽ ആരൊക്കെ പറഞ്ഞു? ഇസ്മായിലും ഇസ്ഹാഖും. ശരിക്കും യഅ്കൂബ് നബിയുടെ വാപ്പാരാണ്? ഇസ്ഹാഖാണ്. പിന്നെ എന്തിനാ ഇസ്മായിലിനെ പറഞ്ഞത്? അത് തഫ്സീർ പറയുന്നുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്ന, അറബികൾക്കിടയിൽ അമ്മിനെ, അതായത് പിതാവിൻ്റെ സഹോദരനെ വാപ്പയുടെ സ്ഥാനം നൽകി എന്തു ചെയ്യും? അവർ വാപ്പ എന്ന് വിളിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ യഅ്കൂബ് നബിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ഹാഖിനെ പോലെ തന്നെ വാപ്പയാണ് ആര്? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും. ഇബ്രാഹിം നബി കഴിഞ്ഞ് ആദ്യം ഇസ്ഹാക്കിനെയാണോ ഇസ്മായിലിനെയാണോ പറഞ്ഞത്? ഖുർആനിൽ എവിടെ നോക്കിയാലും ഇസ്ഹാക്കും ഇസ്മായിലും പറഞ്ഞെടുത്ത് ആദ്യം പറഞ്ഞത് ആരെയാണ്? ഇസ്മായിലാണ്. എന്തുകൊണ്ട്? ആദ്യത്തെ മകൻ ഇസ്മായിലാണ്. തഫ്സീറുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് നൽകിയത് ആരെയാണ്? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അതിനുശേഷമാണ് സാറയിൽ ഇസ്ഹാക്കിനെ അള്ളാഹ് എന്ത് ചെയ്തത്? നൽകിയത്. അപ്പം അതുകൊണ്ടാണ് ഖുർആനിൽ ആദ്യം ഇബ്രാഹിം നബി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നത്? ഇസ്മായിൽ നബിയെ പറയുന്നത്. ആ ഓർഡർ അനുസരിച്ച് തന്നെയാണ് അള്ളാഹ് എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. വല്ലാഹു തആല ആലം. ഇനി നോക്കൂ, അവർ പറയാണ്, വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ എന്ത് ചെയ്യും? ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ എന്ന് ഞങ്ങളുടെ പിതാവ് പ്രഖ്യാപിച്ചതുപോലെ വാപ്പ യാക്കൂബ് നബിയോട് പറയുക, നമ്മുടെ വല്ലുപ്പമാർ പ്രഖ്യാപിച്ചതുപോലെ ഞങ്ങളും വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അള്ളാഹുവിന് കീഴൊതുങ്ങുന്നവരാണ്, മുസ്ലിമീങ്ങളാകുന്നവരാണ്. നോക്കൂ, ഈ ആയത്ത് എല്ലാ മാതാപിതാക്കൾക്കുമുള്ള ഒരു മാതൃകയാണ്. ഈ ആയത്ത് എല്ലാ മാതാപിതാക്കൾക്കും, വിശ്വാസികളായ മുഴുവൻ ഉപ്പമാർക്കും ഉമ്മമാർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരായത്ത്. നമ്മൾ നമ്മുടെ ഒരു ആയുഷ്കാലം മുഴുവൻ നമ്മൾ സമ്പാദിച്ച സമ്പത്തും നമ്മൾ നേടിയെടുത്ത മുതലും എല്ലാം നമ്മൾ മരണപ്പെടുന്ന സമയത്ത് നമ്മൾ എന്തു ചെയ്യും? വസിയത്തായി രേഖപ്പെടുത്തും. മക്കൾക്ക് മരണത്തിന് മുമ്പ് വീതിച്ചു കൊടുക്കും. അല്ലെങ്കിൽ മക്കളോട് പറയും, മക്കളെ തല്ലുകൂടാതെ ഇത് എന്ത് ചെയ്യണം? നിങ്ങൾ വീതിച്ചെടുക്കണം, നിങ്ങൾ ഇതിൻ്റെ പേരിൽ അടിപിടി കൂടരുത്. എല്ലാ കുടുംബത്തിലും അവസാന സമയത്ത് ഉപ്പയോ ഉമ്മയോ മരിക്കുമ്പോൾ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം ഉടലെടുക്കുന്ന പ്രശ്നമാണെന്ത്? അനന്തരാവകാശത്തിൻ്റെ പ്രശ്നം. ഒന്നെങ്കിൽ വാപ്പയോ ഉമ്മയോ വസിയത്ത് ചെയ്തത് എന്തായിരിക്കും? അനീതിയിലായിരിക്കും. ഇനി വാപ്പയും ഉമ്മയോ ഒരു വസിയത്ത് നൽകിയിട്ടില്ല, അനന്തര സ്വത്ത് ഏറ്റെടുക്കുമ്പോൾ പെമ്മക്കൾ പറയും ഞങ്ങൾക്കൊക്കെ തുല്യമായിട്ട് തരണമെന്ന് പറയും. പ്രശ്നമാവും അല്ലേ? എന്നാൽ ഏറ്റവും വലിയ വസിയത്ത് ഏതാണ്? അനന്തരാവകാശ സ്വത്തിനെ പറ്റിയുള്ള വസിയത്തിനേക്കാളും വലിയ വസിയത്ത് എന്താണ്? ഇസ്ലാമിനെ പറ്റിയുള്ള വസിയത്താണ്.
ഒരു വാപ്പയും ഉമ്മയും തങ്ങളുടെ മക്കൾ ഭാവിയിൽ എന്താകുമെന്ന് ഭയപ്പെടേണ്ടത് തങ്ങളുടെ സ്വത്തിനെ പറ്റിയല്ല. കാരണം നിങ്ങൾ മരിച്ചു പോയാലും നിങ്ങളുടെ സ്വത്തെങ്ങനെ വിഹിതം വെക്കണമെന്നൊരു ഇസ്ലാം ഒരു നിയമം ഇവിടെ വെച്ചിട്ടുണ്ട്. ആ നിയമത്തിലേ വീതം വെക്കാൻ പാടുള്ളൂ. വെച്ചിട്ടില്ലെങ്കിൽ ആ മക്കളാണ് തെറ്റുകാർ. പക്ഷെ വാപ്പയും ഉമ്മയും മരിക്കുന്നതിന് മുമ്പ് വസിയത്ത് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? തുല്യമായി വസിയത്ത് കൊടുക്കണം. തുല്യമായി വസിയത്ത് കൊടുക്കണം. ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവും എന്ത് ചെയ്യാൻ പാടില്ല? വസിയത്ത് കൊടുക്കാൻ പാടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഒരു ഉമ്മയും ഉപ്പയും 60 കൊല്ലം അല്ലെങ്കിൽ 70 കൊല്ലം ജീവിച്ചിട്ട് അവസാന സമയം അവർ വസിയത്തിൻ്റെ വിഷയത്തിൽ നരകത്തിലാകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. വസിയത്തിൻ്റെ വിഷയത്തിൽ അവർ നരകത്തിൽ പോകുന്നതാണ്. 60 കൊല്ലം 70 കൊല്ലം ജീവിച്ചൊരു ഉമ്മയും ഉപ്പയും. എന്താ കാരണം? അവസാന സമയത്ത് ഏതെങ്കിലും ഒരു മകന് വസിയത്ത് കൊടുക്കും. ഇന്ന മകന് ഇന്നത് കൊടുക്കാം. എല്ലാ മക്കളും അവരുടെ അറിവോടെ സമ്മതത്തോടെ തൃപ്തിയോടെയാണെങ്കിൽ കുഴപ്പമില്ല, വാപ്പ അവന് കൊടുത്തോ, വാപ്പ അവൾക്ക് കൊടുത്തോ, അവൾക്കൊന്നും ഇല്ലാത്തല്ലേ എന്ന് പറഞ്ഞ പ്രശ്നമില്ല. മറിച്ച് ഒരു മക്കളോട് അനീതി കാണിച്ച് മറ്റു മക്കൾക്ക് അതൊക്കെ കൊടുത്താൽ ആ വാപ്പയും ഉമ്മയും അതിലൂടെ നരകം വാങ്ങുമെന്നാണ്. അപ്പോൾ വസിയത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. വസിയത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ആ വസിയത്തിൻ്റെ ആയത്ത്, ഖുർആനിൽ വസിയത്തിൻ്റെ ആയത്ത് പിന്നീട് എന്ത് ചെയ്തു എന്നാണ്? അനന്തരാവകാശത്തിൻ്റെ ആയത്തിറങ്ങിയപ്പോൾ നെസ്ഖ് ചെയ്തു എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അത് അനന്തര സ്വത്ത് ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യാം? വസിയത്ത് കൊടുക്കാം. അത് അനന്തര സ്വത്തല്ല. പക്ഷെ അദ്ദേഹം മരിച്ചതിന് ശേഷം വസിയത്ത് എഴുതി വെക്കും, ഞാൻ മരിച്ചതിന് ശേഷം ഈ സ്വത്ത് മുഴുവൻ ഇന്ന മകന്. ഇത് ദുർബലപ്പെട്ടു എന്നാണ്. ഇത് അയാൾ എഴുതി വെച്ചാലും കീറിക്കളഞ്ഞേക്കുക. കാരണം പിന്നെ ആ സ്വത്ത് ആരുടേതായി? അള്ളാൻ്റെ സ്വത്തായി. അത്രയും നാളും നമ്മളെ ഏൽപ്പിച്ചത് എന്തിനാണ്? അത് എങ്ങനെ ഉപയോഗിക്കാം, ഒരു ട്രസ്റ്റി ആയിട്ട് നമ്മളെ ഏൽപ്പിച്ചതാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്വത്ത് ആരുടെയാണ്? അള്ളാൻ്റെ സ്വത്താണ്. അതെങ്ങനെ വീതിക്കണമെന്ന് ആരാ തീരുമാനിക്കുക? അള്ളാഹുവാണ് തീരുമാനിക്കുക. അപ്പം ഞാൻ എഴുതി വെക്കാം, എൻ്റെ മരണശേഷം എൻ്റെ ഇളയ മകന് ഇന്ന സ്വത്ത്, ആ വസിയത്ത് സ്വീകരിക്കൂല എന്നാണ്. പക്ഷേ ഞാൻ മരിക്കണതിന് മുമ്പ് തീരുമാനിക്കാൻ, എൻ്റെ 4 മക്കൾ, ആ മക്കൾക്ക് 4 പേർക്കും തുല്യമായി ഞാൻ വീതിച്ചു തരുന്നു. എന്നിട്ട് മരിക്കുമ്പോൾ അനന്തര സ്വത്തൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ തുല്യമായിട്ട് എന്ത് ചെയ്യണം? വീതിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, തിരിച്ച് നമുക്ക് ഈ ആയത്തിലേക്ക് വരാം. നമ്മൾ ബഹുഭൂരിപക്ഷം ആളുകളും, മഹാഭൂരിപക്ഷം ആളുകളും, ഒരു 99.99% ആളുകളും ജീവിതത്തിൽ മക്കളോട് ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും വസിയത്ത് ചെയ്തതുപോലെ ഇങ്ങനൊരു വസിയത്ത് ചെയ്യാറില്ല. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ വസിയത്ത് ഏതാണ്? മക്കളെ, എൻ്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? നിങ്ങൾ ഏത് മാർഗമാണ് സ്വീകരിക്കുക? നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് തെന്നിപ്പോകരുത്. ഇസ്ലാം അല്ലാതെ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്ന വസിയത്താണ് നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ ഇപ്പോഴേ മനസ്സിൽ തീരുമാനിച്ചു. നമ്മൾ മരിക്കണ സമയം, മരണം ആസന്നമായി കിടക്കുന്ന സമയത്ത് നമ്മുടെ മക്കളെല്ലാവരും അടുത്തുണ്ടെങ്കിൽ, ഒരു സാലിഹായ വാപ്പ, ഏറ്റവും നല്ലൊരു ഉപ്പ എന്തായിരിക്കണം അവർക്ക് വസിയത്ത് കൊടുക്കേണ്ടത്? മോനെ, നീ ഇസ്ലാം വിട്ടല്ലാത്തൊരു മതം നീ സ്വീകരിക്കരുത്. എൻ്റെ കാലശേഷം നീ ആരെ ആരാധിക്കും? എന്നിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യണം? ഒരു വാക്ക് വാങ്ങിയിട്ട് വേണം മരിച്ചു പോകാൻ. അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. കാരണം മരിക്കുമ്പോൾ ആശ്വാസത്തോടെ, റബ്ബേ, എൻ്റെ മക്കളുടെ കാര്യത്തിൽ അവരിൽ നിന്നൊരു കരാർ സ്വീകരിച്ചിട്ടുണ്ട്. നാളെ റബ്ബിൻ്റെ അടുക്കൽ ഉദുറ് പറയാം. നമ്മുടെ കാലശേഷം മക്കൾ വഴിതെറ്റിപ്പോയാൽ നാളെ അള്ളാൻ്റെ അടുക്കൽ ഉദുറ് പറയാനുള്ളൊരു മാർഗമാണ് മാ തഅ്ബുദൂന മിൻ ബഅദി, എൻ്റെ കാലശേഷം നിങ്ങൾ ആരെ ആരാധിക്കുമെന്നുള്ളത്, എന്തിനെ ആരാധിക്കുമെന്നുള്ളത്. അതുകൊണ്ട് മനസ്സിൽ ഇപ്പോഴേ നിയത്ത് വെക്കുക, മരിക്കണ സമയത്ത് മക്കൾ അടുത്തുണ്ട്, അവർക്കൊരു വസിയത്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആദ്യത്തെ വസിയത്ത് എന്തായിരിക്കണം? ഇസ്ലാമിനെ കൊണ്ടുള്ള വസിയത്താകണം, തൗഹീദിനെ കൊണ്ടുള്ള വസിയത്താകണം. ഇനി നോക്കൂ, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്. തിൽക, അത്, ഉമ്മത്തുൻ, ആ ഉമ്മത്ത്. ഏതുമ്മത്ത്? ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി, യാക്കൂബ് നബിയുടെ 12 മക്കൾ. ഈ ഉമ്മത്ത് ഖദ് ഖലത്. ഖലാ യഖ്ലു. എന്താ ഖലാ യഖ്ലു എന്ന് പറഞ്ഞാൽ? കാലിയായി എന്ന് പറയാറില്ലേ? ഖാലിയായി. കാലി എന്ന വാക്ക് എവിടെ നിന്നാണ് വന്നത്? അറബിയിൽ നിന്നാണ് വന്നത്. ഖാലി, ഒഴിഞ്ഞു, കഴിഞ്ഞു എന്നൊക്കെയാണ്. ഖലാ യഖ്ലു,
കാലിയായി, കഴിഞ്ഞുപോയി, അവസാനിച്ചു എന്നൊക്കെ പറയാനാണ്. ആ ഉമ്മത്ത് കഴിഞ്ഞുപോയി. കത് ഖലത്ത്. എന്താ ഖല എന്ന് പറഞ്ഞെടുത്ത് ഖലത്ത് വന്നത്? ഉമ്മത്ത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഖലത്ത് വന്നത്. അവിടെ താ തഅനീസാണ്. ഒരു വെർബിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനൊരു താ വന്നാൽ, താ സുക്കൂൻ വന്നാൽ മനസ്സിലാക്കണം അതെന്താണ്? മുഅന്നസാണ്, ഫീമെയിലാണ്, സ്ത്രീലിംഗത്തെ അറിയിക്കാനാണ്. അതിൻ്റെ തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞത് ആരെ പറ്റിയാ? ഉമ്മത്തിനെ പറ്റിയാണ്. ഉമ്മത്ത് അതിൻ്റെ അവസാനം താ മർബൂത്തയാണ്, അത് സ്ത്രീലിംഗ ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ആ സമൂഹം കഴിഞ്ഞു പോയിട്ടുണ്ട്. ലഹാമാ കസബത്ത്, അവർ സമ്പാദിച്ചത് അവർക്ക് ഉണ്ട്. ലഹ എന്ന് പറഞ്ഞാൽ ആ ഉമ്മത്തിന് ഉണ്ട്. കസബത്ത്, എന്താ കസബ എന്ന് പറഞ്ഞാൽ? കസബ, കസബ, യക്സിബു, യക്സിബു, സമ്പാദിച്ചു, സമ്പാദിച്ചു. എവിടെ കസബ എന്ന വാക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? എവിടെ പഠിച്ചിട്ടുള്ളത്? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. കസബ് ചെറിയ സൂറത്തുകളിലൊക്കെ നമ്മൾ പഠിച്ച പദമാണ്. പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ ചെറിയ സൂറത്ത് പറഞ്ഞു. കസബ്, അബൂലഹബിൻ്റെ മാലും അവൻ സമ്പാദിച്ചത് മുഴുവൻ, അപ്പോൾ അവൻ്റെ മക്കളും എല്ലാം. അപ്പം കസബ എന്ന വാക്കിൽ സമ്പാദ്യം മാത്രമല്ല, പിന്നെയോ മക്കൾ പെടും, അറിവ് പെടും. അറിവിനെപ്പറ്റി പറഞ്ഞെടുത്തു എന്തുണ്ട്? കസബ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മക്കളെ ഉണ്ടായതിനെയും കസബ എന്ന്. അപ്പോൾ ഒരു ദുനിയാവിലൊരു മനുഷ്യൻ എന്തൊക്കെ ആർജിച്ചെടുക്കുന്നു അതിനൊക്കെ എന്തു പറയും? കസബ യക്സിബു കസ്ബൻ, സമ്പാദ്യം എന്ന് പറയും, കസബ. അപ്പോൾ ഇവിടെ അള്ളാഹ് പറയണില്ല ഹാ മാ കസബത്ത്, ആ ഉമ്മത്തിന് അവർ സമ്പാദിച്ചത് അവർക്കുണ്ട്. അവർക്ക് എന്തായിരുന്നു? തൗഹീദായിരുന്നു. അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടും. വലക്കും, നിങ്ങൾക്ക് മാ കസബത്തും, നിങ്ങൾ സമ്പാദിച്ചത് കിട്ടും. അവരുടെ ഉപ്പുപ്പമാരുടെ പാരമ്പര്യം പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല എന്നാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. നിങ്ങൾ ഉപ്പുപ്പമാരുടെ പാരമ്പര്യം, ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആളുകളാണ്, ഞങ്ങൾ ഇസ്മായിൽ നബിയുടെ ആളുകളാണ്, നമ്മുടെ വല്ലുപ്പ വലിയ പ്രവാചകനാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചിലപ്പോൾ പറയും എൻ്റെ വാപ്പ വലിയ തങ്ങളായിരുന്നു, എൻ്റെ വല്ലുപ്പ വലിയ ഉസ്താദായിരുന്നു. ഓനെ സുബഹിക്ക് പോലും പള്ളി കാണൂല, ഇശാക്കും പള്ളി കാണൂല, ഒരു വക്തിനും പള്ളി കാണൂല. അവൻ്റെ വല്ലുപ്പാരായിരിക്കും ആ നാട്ടിലെ പഴയ മുഫ്തിയോ കാളിയോ ഉസ്താദൊക്കെ ഇരിക്കും. അപ്പോൾ വല്ലുപ്പാൻ്റെ മഹത്വം പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നടക്കും. ചില ആളുകൾ തങ്ങന്മാരുടെ മഹത്വം പറഞ്ഞിട്ട് തങ്ങന്മാരുടെ പേരക്കുട്ടികൾ നടക്കും. കാര്യമില്ലെന്ന്. ലഹാ മാ കസബത്ത് വലക്കും മാ കസബ്തും, അവർ സമ്പാദിച്ചത് അവർക്കുണ്ട്. അവരുടെ കാലം കഴിഞ്ഞുപോയി. ഇപ്പം നിങ്ങളാണ്, നിങ്ങൾ സമ്പാദിക്കുന്നത് നിങ്ങൾക്കും കിട്ടും. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. വലാ തുസ്അലൂൻ, സഅല യസ്അലു സുആൽ, ചോദ്യം ചെയ്യപ്പെടുകയില്ല. വലാ തുസ്അലൂൻ, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയില്ല. അമ്മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനെപ്പറ്റി നിങ്ങളോട് എന്ത് ചെയ്യൂല? നിങ്ങളോട് ചോദിക്കൂല. അവർ പ്രവർത്തിച്ചത് നന്മയാണെങ്കിൽ ആ നന്മയെപ്പറ്റി നിങ്ങളോട് ചോദിക്കൂല. അവർ തിന്മയാണ് പ്രവർത്തിച്ചെങ്കിൽ ആ തിന്മയെപ്പറ്റി നിങ്ങളോട് എന്ത് ചെയ്യൂല? ചോദിക്കുകയില്ല. നിങ്ങൾ അവരെ പറ്റി ഓർത്ത് ഇടങ്ങേറാകണ്ട. അപ്പോൾ കഴിഞ്ഞുപോയി. അവരുടെ പാരമ്പര്യം പറഞ്ഞിരിക്കലല്ല, പിന്നെയോ അവരുടെ മില്ലത്തിനെ, മാർഗത്തെ നാം എന്ത് ചെയ്യണം? നാം പിൻപറ്റണം എന്നാണ്. അപ്പോൾ നോക്കൂ, യഅ്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, യഅ്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തെ നമുക്കറിയാം ഇസ്രായേല്യരുടെ പിതാവായിട്ടാണ് യഅ്കൂബ് നബീനെ എന്ത് ചെയ്തിട്ടുള്ളത്? പറയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ യഅ്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മക്കളോട് മരണത്തിൻ്റെ സമയത്ത് വസിയത്ത് കൊടുത്തിയത് യഹൂദ മതത്തെ പറ്റിയാണെന്നായിരുന്നു അവരാരോട് പറഞ്ഞിരുന്നത്? അറബികളോട് പറഞ്ഞിരുന്നത്. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ല ആ വിഷയത്തെപ്പറ്റി പറയണ ഒരു വാചകം നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, ഈ ആയത്ത് അവതരിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്. ഈ ആയത്ത് അവതരിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്. എന്താണ്? അന്നൽ യഹൂദ ഖാലൂ ലിന്നബി, യഹൂദികളൊക്കെ നബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അലസ്ത തഅലമു, നിനക്കറിയില്ലേ മുഹമ്മദേ, അന്ന യഅ്കൂബ ഔസാ ബനീഹി യൗമ മാത, യഅ്കൂബ് നബി അദ്ദേഹം മരിക്കണ ദിവസം ബിൽ യഹൂദിയ, വസിയത്ത് കൊടുത്തത് എന്തുകൊണ്ടാണ്? യഹൂദി മതത്തെ കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ആരാകണം? നിങ്ങൾ ഒന്നെങ്കിൽ യഹൂദിയാകണം എന്ന് പറയുകയാണ്. അപ്പം അതിനുള്ള മറുപടിയാണ് ഏത്?
അം കുന്തും ശുഹദാ, നിങ്ങൾ യൗക്കൂബ് നബി മരിക്കുമ്പോൾ നിങ്ങൾ ഉണ്ടായിരുന്നു അടുത്ത്? യൗക്കൂബ് നബിയുടെ വസിയത്തിനെ പറ്റി തൗറാത്തിലുണ്ടോ? യൗക്കൂബ് നബിയുടെ ഈ വസിയത്തിനെ പറ്റി നിങ്ങൾക്ക് മുമ്പ് അറിവുണ്ടോ? നിങ്ങൾക്ക് മുമ്പ് യൗക്കൂബ് നബിയുടെ വസിയത്തിനെ പറ്റി അറിവ് നൽകപ്പെട്ടിട്ടില്ല. യൗക്കൂബ് നബിയുടെ വസിയത്തിനെ പറ്റി അറിവ് കൊടുക്കുന്നത്, വേദഗ്രന്ഥത്തിൽ അറിവ് കൊടുക്കുന്നത് ആർക്കാണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അതുകൊണ്ട് ആ അറിവ് എന്താണെന്ന് മനസ്സിലാക്കിക്കോ. അതെന്താണ്? തൗഹീദിനെ കൊണ്ടുള്ളതാണ്. ബിൽ ഹനീഫിയ, തൗഹീദ് കൊണ്ടുള്ള വസിയത്താണ് ആര് കൊടുത്തത്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിക്കും അതേപോലെ യഅ്കൂബ് നബി തൻ്റെ മക്കൾക്ക് നൽകിയതും. അപ്പോൾ യഅ്കൂബ് നബിയെ പറ്റി അവരെന്ത് ചെയ്തു? അറബികളോടും മുഹമ്മദ് നബിയോടൊക്കെ ഒരു കാര്യം പറഞ്ഞ് പറ്റിച്ചു വെച്ചിട്ടുണ്ട്. ആ പറ്റിക്കൽ എന്താണ്? തെറ്റിദ്ധാരണ എന്താണ്? ഞങ്ങളുടെ പിതാവ് യഅ്കൂബ് നബി യഹൂദി മതം കൊണ്ടാണ് ആ വസിയത്ത് നൽകിയിട്ടുള്ളതെന്നാണ്. അതുകൊണ്ടാണ് അടുത്ത ആയത്തിൽ അല്ലാഹ് പറയുന്നത് എന്താണ്? വഖാലൂ, അവർ പറഞ്ഞു, കൂനു, നിങ്ങളായിത്തീരണം. കാന യക്കൂനു എന്നതിൻ്റെ അമ്രാണ് കുൻ. കുൻ, നീ ആകണം. അതിൻ്റെ ജംആണ്, ബഹുവചനാണ് കൂനു, നിങ്ങളായിത്തീരണം. ഹൂദൻ, നീ ജൂതനാകണം. അല്ലെങ്കിൽ ഔ നസാറ, അല്ലെങ്കിൽ ആരാകണം? നസാറയാകണം. എങ്കിൽ തഹ്തദൂ, ഇഹ്തദ യഹ്തദി ഇഹ്തിദ, നമ്മൾ മുമ്പ് പഠിച്ച ഒരു പദമായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. തഹ്തദൂ, നിങ്ങൾ ആരാകും? സന്മാർഗം പ്രാപിച്ചവരാകും. ഒന്നെങ്കിൽ ആരാകണം? യഹൂദിയാകണം, അല്ലെങ്കിൽ ആരാകണം? നസ്രാണിയാകണം. അപ്പോൾ അവർ യഹൂദികൾ വേദം നൽകപ്പെട്ടവർ ആ വിഷയത്തുമ്പോൾ എന്താവും? ഒരുമിച്ചാവും. പക്ഷെ അവരെ പറ്റി അല്ലാഹ് എന്താ 113-ാമത്തെ ആയത്തിൽ പറഞ്ഞത് സൂറത്ത് ബഖറയിൽ? വഖാലത്തിൽ യഹൂദു ലൈസത്തിൻ നസാറ അലാ ഷൈ. യഹൂദികളോട് നസാറാക്കളെ പറ്റി ചോദിച്ചാൽ പറയും അവരൊന്നും അല്ല എന്ന് പറയും. വഖാലത്തിൻ നസാറ, നസാറാക്കൾ പറയും എന്താ? ലൈസത്തിൽ യഹൂദു അലാ ഷൈ, യഹൂദികളൊന്നും അല്ല എന്ന് പറയും. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. പക്ഷേ ഇസ്ലാമും മറുപക്ഷത്ത് വന്നാലോ ഇവരങ്ങ് തോളിലെ കൈയിട്ട് ഒരുമിച്ച് നിന്ന് എന്ത് ചെയ്യും? ഇസ്ലാമിനെ അടിക്കാൻ നോക്കും. എന്നാൽ അവരൊറ്റക്കായാലോ പരസ്പരം അടിക്കുകയും ചെയ്യും. അവർ പറയും നിങ്ങൾ യഹൂദിയോ നസാറ ആയിട്ടില്ലെങ്കിൽ ലൻ യദ്ഖുലൽ ജന്ന ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ. നിങ്ങൾക്ക് ജൂതനോ ക്രിസ്ത്യാനിയോ ആയിട്ടില്ലെങ്കിൽ എവിടെ പോകാൻ പറ്റൂല? സ്വർഗത്തിൽ പോകാൻ പറ്റൂല. അപ്പോൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ ജൂതൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാകണം. അതേപോലത്തെ ഒരു വാദാണേത്? നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ജൂതനാകണം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാകണം. അപ്പം അല്ലാഹ് പറയുന്നു ഖുൽ, അവരോട് പറയണം ശക്തമായ ഭാഷയിലാണ്, ബൽ മില്ലത ഇബ്രാഹീമ ഹനീഫ. വേണ്ട, പിന്നെ ഏതാണ് സ്വീകരിക്കേണ്ടത്? മില്ലത ഇബ്രാഹീമ ഹനീഫ, ഋജുമനസ്കനായ ഇബ്രാഹിം നബിയുടെ മാർഗത്തെയാണ് നബിയെ പിൻപറ്റേണ്ടതെന്ന് അവരോട് എന്ത് ചെയ്യണം? പറയണം. കാരണം ഇബ്രാഹിം നബീനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? നിഷേധിക്കാൻ പറ്റൂല. അവരുടെ വല്ലുപ്പയാണ്. അപ്പോൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെയാണ് ഇസ്മായിൽ നബി ഇസ്ഹാഖ് നബിയും ഇവരുടെ പിതാവായ യാക്കൂബ് നബി എന്ത് ചെയ്തിട്ടുള്ളത്? മുറുകെ പിടിച്ചിട്ടുള്ളത്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ആരായിട്ടില്ല? ഷിർക്ക് ചെയ്യുന്നവനായിട്ടില്ല. നിങ്ങളാരാണ്? ഷിർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയൊക്കെ പാരമ്പര്യം പറയാൻ അന്ന് 3 വിഭാഗം ഉണ്ടായിരുന്നു. ഒന്നാരാണ്? അറബികളാണ്. ആ അറബികൾ കഅബാലയത്തിൻ്റെ മഹത്വം പറയുമ്പോൾ ഇബ്രാഹിം നബിയുടെ മഹത്വം പറഞ്ഞ ആളുകളാണ്. അവർക്ക് ഹജ്ജ് ഉണ്ടായിരുന്നു, അവരും തവാഫ് ചെയ്തിരുന്നു. ആരുടെ വിളിക്കുത്തരം നൽകി അവർ ഹജ്ജ് ചെയ്തത്? ഇബ്രാഹിം നബിയുടെ വിളിക്കുത്തരം നൽകി ഹജ്ജ് ചെയ്തത്. തവാഫ് ചെയ്തതും ഇബ്രാഹിം നബിയുടെ വിളിക്കുത്തരം നൽകിയാണ്. പക്ഷേ ഇബ്രാഹിം നബി പഠിപ്പിച്ച തൗഹീദ് അവരുടെ ഹൃദയത്തിലില്ല. കാരണം എന്താ? ഇബ്രാഹിം നബിയുടെ അടക്കം ബിംബവും വിഗ്രഹം എവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്? കഅബാലയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടാണ് അവർ തവാഫ് ചെയ്യുന്നത്, അവർ ഹജ്ജ് ചെയ്യുന്നത്. അപ്പോൾ അവർ പാരമ്പര്യം പറഞ്ഞിരുന്നു, ജൂതന്മാർ പാരമ്പര്യം പറഞ്ഞിരുന്നു, നസാറാക്കൾ പാരമ്പര്യം പറഞ്ഞിരുന്നു. ഇവരുടെ എല്ലാവരുടെയും കപട പാരമ്പര്യത്തെ തകർത്തിട്ട് അല്ലാഹ് പറയാണ് മില്ലത്ത ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അത് ശിർക്കുള്ള മില്ലത്തല്ല, തൗഹീദിൻ്റെ മില്ലത്താണ്. ആ അവകാശം പറയാൻ ആർക്ക് മാത്രമേ അധികാരമുള്ളൂ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ അവകാശമുള്ളൂ. ഇനി നമ്മൾ എന്താണ് പറയേണ്ടത്? ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? വിശദീകരിക്കാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ യാക്കൂബ് നബി, മൂസാ നബി, ഈസാ നബി, ഓരോ പ്രവാചകന്മാരെയും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് അവരുടെ മാർഗമാണ് പിന്തുടരേണ്ടതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തുകളിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൽ പ്രത്യേക ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ ഈ യഹൂദികളും നസാറാക്കളും
അവർക്ക് പൊതുവേ അവരെ ക്രിസ്ത്യാനിയാക്കുന്നതിന് അവരെന്ത് ചെയ്യും, യഹൂദിയാക്കുന്നതിന് അവരെന്ത് ചെയ്യും, അവർ പ്രത്യേക ഒരു മാമോദിസ മുക്കലൊക്കെ ഉണ്ട്. മാമോദിസ മുക്ക അത് ഇൻഷാ അല്ലാഹ് തുടർന്ന ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവരിങ്ങനെ ഒരാളെ ശരിക്കും നല്ല സത്യക്രിസ്ത്യാനിയാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, മാമോദിസ മുക്കണം. യഹൂദികൾക്കും ഉണ്ടായിരുന്നു എന്ത്, അതുപോലെ ഒരു വെള്ളത്തി മുക്കൽ. അപ്പം ഇത് അവരെ നല്ല ക്രിസ്ത്യാനിയും നല്ല ജൂതനുമാക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളമായിട്ട് അവർ കൊണ്ടുനടന്നതാണ്. എന്നാലേ ഹിദായത്തിലാവുള്ളൂ എന്നാണ്. അള്ളാഹ് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, തിരുത്തുന്നുണ്ട് അടുത്ത വചനങ്ങളിൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അത് വിശദീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനിയും പേനയും ബുക്കുമായിട്ടും വരാത്തവർ അടുത്ത ക്ലാസ്സിൽ പേനയും ബുക്കുമായിട്ട് വരണം. കേൾവിക്കാരാകാൻ വന്നിരുന്നാൽ ചിലപ്പോൾ ഇരുന്ന് ഉറങ്ങേണ്ടി വരും. അപ്പോൾ ഇപ്പോഴും ബുക്കും പേനയും ഇല്ലാത്ത ആളുകളുണ്ട്. വണ്ടിയിൽ വരുന്ന കാറിലൊരു ബുക്കും ഒരു പേനയും വെച്ചേക്കുക കേട്ടോ. അപ്പോൾ പിന്നെ മറന്നു പോവില്ല. ഇവിടെ എത്തുമ്പോൾ മറന്നുപോയി എന്ന് പറയണ്ട, കാറിൽ പോയിട്ട് എടുത്തുകൊണ്ട് വരാം. പക്ഷേ അത് ഇടയ്ക്ക് എന്ത് ചെയ്യണം, വീട്ടിൽ പോയിട്ടും തുറന്നൊക്കെ നോക്കണം, കാറിൽ തന്നെ ഇരിക്കരുത്. നമ്മൾ മദ്രസയിലെ കുട്ടികളോട് ചോദിക്കാറുണ്ട്, ബുക്ക് എപ്പോഴാണ് തുറന്നു നോക്കിയത്, അടുത്ത ആഴ്ച പിറ്റേ ദിവസം ക്ലാസ്സിൽ വരുമ്പോഴായിരിക്കും തുറന്നു നോക്കണത്. അതേപോലെ ആകരുത് കേട്ടോ. നമ്മളിവിടെ നിന്ന് കുറച്ച് വേർഡ്സുകളൊക്കെ എഴുതിക്കണത്, നിങ്ങൾ ഈ വേർഡ്സും ഈ പറഞ്ഞ പദങ്ങളും വെർബുകളൊക്കെ പഠിച്ച് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സൂറത്ത് പിന്നെ നിങ്ങൾക്ക് ഓതുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് ഖുർആനെ ഫഹ്മ് ചെയ്യാൻ കഴിയുക. ഖുർആനെ ഫഹ്മ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വെറും തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഹൃദയത്തിലേക്ക് ഖുർആൻ്റെ ആയത്തുകൾ ഇറങ്ങാത്ത വെറും ഒരു കാര്യങ്ങൾ ഓത്തുകാരായി മാറും. അതുകൊണ്ട് കേൾവിക്കാരായി മാത്രം പോകരുത്. പിന്നെ എന്ത് ചെയ്യണം, കേൾവിയും പഠനവും രണ്ടും രണ്ടാണ്. കേൾവി പഠിക്കാനുള്ള ഒരു വഴി മാത്രമാണ്. പക്ഷെ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, വായിക്കണം, എഴുതണം. നമ്മുടെ ക്ലാസ്സിൽ എന്ത് ചെയ്യണം, വായനയും പഠനവും ഉണ്ടാകണം. ഇത് സ്റ്റഡി ക്ലാസ്സാണ്, വാഴ് ക്ലാസ് അല്ല. അത് പ്രതീക്ഷ ആരും എന്ത് ചെയ്യണ്ട, ഈ ക്ലാസ്സിന് വരികയും വേണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യണം, എല്ലാവരുടെ കയ്യിലൊരു പേനയും ബുക്കും ഉണ്ടാകണം. ഇല്ലാത്തവരെ ഞാൻ നോട്ട് ചെയ്യും കേട്ടോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ കൂടിയിരുത്തം അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ചില ആളുകൾ പ്രത്യേകം പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ 2 ആദർശ സുഹൃത്തുക്കളുടെ ഒരാളുടെ മകൻ വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിലാണ്, മറ്റൊരാളുടെ ഭാര്യ ക്യാൻസറിൻ്റെ 4th സ്റ്റേജിൽ അതിൻ്റെ ഏറ്റവും പ്രയാസകരമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. 2 പേരും വസീയത്ത് നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗം പരിപൂർണമായ ശിഫ നൽകി ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് ഉദവിയും തുറവിയും കാവലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴവുകൾ അല്ലാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കൂടിയിരുത്തം, ഈ സമയം, ഈ അധ്വാനം നാളെ മീസാനിൽ കനം തൂങ്ങുന്ന നന്മയാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.